ആരാധനയോടുള്ള ബന്ധത്തിൽ പെട്ടെന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാത്തവരാണോ നിങ്ങൾ? ആരാധിക്കാൻ കൊതിച്ചിട്ട് സമയം തികയാത്തവരാണോ ഞാനും നിങ്ങളും? ദൈവാത്മനിയോഗത്തോടെ ഈ പ്രഭാതത്തിൽ മോർണിംഗ് മന്ന സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ആരാധനയോടുള്ള ബന്ധത്തിൽ പെട്ടെന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 3 വിടുതലുകൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ഒന്നാമത്തെ വിടുതൽ വചനത്തിലൂടെയുള്ള വിടുതലാണ്. ആമേൻ. വചനത്തിലൂടെ വിടുതലിൽ തുയ്തൈരക്കാരി ലുദിയായുടെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്തു? തുറക്കാനിടയായിത്തു. രണ്ടാമത്തെ വിടുതൽ പൈശാചിക ശക്തികളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൻ്റെ ഒരു വിടുതലാണ്. പൗലോസ് തിരിഞ്ഞ് മുഷിഞ്ഞ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ പൗലോസിലുള്ള ദൈവാത്മാവ് ആ ഭൂതത്തെ പുറത്താക്കി. മൂന്നാമത്തെ വിടുതലാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആരാധനയിലൂടെ ഉള്ള വിടുതൽ. ഈ വലിയ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ പൗലോസും ശീലാസും ബന്ധിക്കപ്പെട്ടവരായിട്ട് കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിൽ തളയ്ക്കപ്പെട്ടു. ഇനി നിങ്ങളുടെ ശുശ്രൂഷ ഉയരരുത്, ഇനി നിങ്ങളുടെ പ്രാർത്ഥന ഉയരരുത്, ഇനി നിങ്ങളുടെ ആരാധന ഉയരരുത്. ദൈവമക്കളെ, ഒരു വിഷയം വരുമ്പോഴാണ് നമ്മളിലുള്ള അഭിഷക്തൻ എഴുന്നേൽക്കേണ്ടത്, നമ്മളിലുള്ള അഭിഷേകം എഴുന്നേൽക്കേണ്ടത്. അല്ലാതെ അയ്യോ പോരാട്ടോ ബന്ധനോ ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡൗൺ ആയിപ്പോയാൽ അവിടെ പിശാച് ജയമെടുത്തു. അത് അനുവദിച്ചു കൊടുക്കരുത്. പിന്നെയോ ഈ വിഷയം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് എൻ്റെ ദൈവത്തെ വെളിപ്പെടുത്താനുള്ള ഒരു മുഖാന്തരമാണ്, എൻ്റെ ദൈവത്തെ ഹാലലിയ വെളിപ്പെടുത്താനുള്ള ഒരു അവസരമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മളതിനെ ആത്മീകമായിട്ട് സമീപിക്കണം. ആത്മാവിൽ നമ്മളതിനെ സമീപിച്ചാൽ ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നോക്കിയേ, ഇവിടെ പൗലോസും ശീലാസിനും വേണേൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാമായിരുന്നു. ശീലാസിന് വേണേൽ പറയായിരുന്നു, നിൻ്റെ ഒരു മക്കതോന്യ ദർശനം അവിടെ കാണാൻ പോയി ആ സഭകൾ സ്ഥാപിച്ചെടുത്ത് വല്ലതും പോയി അവരെ പ്രബോധിപ്പിച്ചു വല്ലതും ഇരുന്നാൽ പോരായിരുന്നോ? ഈ വിഷയങ്ങൾ വല്ലതും വരുമായിരുന്നോ എന്ന് വേണമെങ്കിൽ പൗലോസിനോട് വേണേൽ പറയാമായിരുന്നു. ആ ഭൂതത്തെ ശാസിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് വേണമെങ്കിൽ തമ്മിൽ പരസ്പരം പഴിചാരാമായിരുന്നു. പക്ഷെ അവരറിയാം, ദൈവനാമ നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരപമാനം വന്നോ, ഒരടി വന്നോ, ദൈവനാമത്തിൽ തന്നെ ഞങ്ങളതിനെ നേരിടും, ദൈവനാമത്തിൽ തന്നെ ഞങ്ങളതിനെ കൈകാര്യം ചെയ്യും. എന്താ അവിടെ സംഭവിച്ചത്? അർദ്ധരാത്രി സമയമായപ്പോൾ അവർ ചാടി എഴുന്നേറ്റു. അർദ്ധരാത്രി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും കേട്ടോ. ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഇനിയൊരു അവസരമില്ല, എല്ലാം കുറ്റാക്കൂരുട്ട, എല്ലാവരും നിശബ്ദതയാ എന്നുള്ള സാഹചര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, ആ സമയത്താണ് എന്നോടും നിങ്ങളോടും അടുത്ത് കർത്താവ് വരുന്നത്. കാരണം ഒരു വാഗ്ദത്തം പൗലോസിനും ശീലാസിനും ഉണ്ടായിരുന്നു, നീ കൂരിൽ താഴ്വരെ കൂടെ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടത്തില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അതേ പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് കുറ്റാക്കൂരിനകത്തും സ്വർഗീയ പ്രകാശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസിനും ശീലാസിനും അതിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിനകത്ത് അവർ പ്രാർത്ഥിക്കാൻ തയ്യാറായത്, പാടുവാൻ തയ്യാറായത്, ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായത്. പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. എന്ത് സംഭവിച്ചു? പെട്ടെന്ന് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. പ്രതികൂലത്തിൻ്റെ നടുവിൽ ഞാൻ നിങ്ങളും ആരാധിച്ചാൽ ചെറിയൊരു വിടുതലല്ല ദൈവം അയക്കാൻ പോകുന്നത്, ദേശം അറിയുന്നൊരു വിടുതൽ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അടുത്തത് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. കാരാഗ്രഹം എത്ര സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലേ? പക്ഷേ ഇവിടെ പറയുകയാണ്, അതിൻ്റെ അടിസ്ഥാനത്തെ കുലുക്കുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ നടക്കുക. ഇവർക്ക് കുലുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇവർ ആരാധിക്കുന്ന ദൈവത്തിന് കുലുക്കാൻ പറ്റും. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അടുത്ത നിമിഷം വചനം പറയുന്നു, ചങ്ങല അഴിഞ്ഞു വീണു, വാതിൽ തുറന്നു. ഇതെല്ലാം ആരാധിച്ചപ്പോഴാണ് നടന്നത്. പ്രിയ ദൈവപൈതലേ, ഉഴപ്പിയുള്ള ആരാധന നിർത്തണം കേട്ടോ. ആത്മാവിൽ ഞാൻ നിങ്ങളും ആരാധിക്കാൻ തയ്യാറായാൽ ഇന്ന് വരെ കാണാത്തൊരു വലിയ വിടുതൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. ആ ആരാധന കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ ശീലാസിൻ്റെ മാത്രമല്ല, ആ തടവുകാരുടെ മാത്രമല്ല, ആ കാരാഗ്രഹ പ്രമാണിയുടെ വിടുതൽ കൂടെ കാണാനിടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ ദൈവനാമ നിമിത്തം ചില പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് വേറൊന്നിനുമല്ല, ആരാധിച്ച് വിടുതലെടുക്കാനാണ്, ആരാധിച്ചൊരു ദൈവപ്രവൃത്തി കാണാനാണ്. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിലും
ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായി, ഹൃദ്യമായി, ആഴമായി ഞങ്ങളോട് സംസാരിച്ച വചന സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആരാധനയുള്ള ബന്ധത്തിൽ ഒരു വലിയ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അയക്കാൻ പോകുന്നെന്ന് പറഞ്ഞല്ലോ. സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.